ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ. അതിന് പ്രത്യേകിച്ച് ഒരു ടാർഗറ്റ് കമ്മ്യൂണിറ്റി ഒന്നുമില്ല. എല്ലാവരും ആ ഒരു പരിധിപ്പെടുന്ന ആൾക്കാരാണ്. എല്ലാവരും അവരുടെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരാണ്. അവർക്ക് പ്രത്യേകിച്ച് ഒരു ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. അവർക്ക് എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന 45 പേരെയും അവർ ടാർഗറ്റ് ചെയ്യുമെന്ന് പറയാം. അവർക്ക് ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് അവർക്ക് അവരുടെ റീച്ചാണ്. ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ അവർക്ക് പ്രസൻസ് ഉണ്ട്. പ്ലസ് അവർക്ക് 3 ടെക്നോളജീസിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഷോർട്ട് വേവ്, മീഡിയം വേവ് ആൻഡ് FM. അപ്പോൾ ഓഫ്കോഴ്സ് digital is coming. DRM is Digital Radio Mondial. So that is more on to digital radio. So might be in future you'll have digital receivers will coming in your mobile phone. So might be futurist towards that. So that is there. So they have all sort of freedom in reaching to continents. Like we have a station in Bangalore which actually caters almost 4 continents of the world. Okay, so we have shortwave stations which actually is being to different continents. Because of our transmitter, they pump a lot of 400 megawatt power to get entire almost half of the globe they capture. So such kind of radio stations they have on the radio. Coming to commercial FM, you all know what is commercial FM is. നമ്മൾ റേഡിയോ മാംഗോ, റേഡിയോ മിർച്ചി, റേഡിയോ വടം ഒക്കെ എല്ലാം നമ്മൾ കേൾക്കണതാണ്. എല്ലാ ദിവസവും കാറിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു യുവജനങ്ങളുടെ ഹരമാണ് ശരിക്കും. പല ആൾക്കാരും, ഞാൻ യുവജനങ്ങൾ മാത്രമല്ല, പലപ്പോഴും അവർ ടാർഗറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഒരു യൂത്ത് സെഗ്മെന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസ് ആണ് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്. മൈ ബി ഐ ഹോപ്പ് ദേ ആർ ചേഞ്ചിങ് നൗ. ദേ വിൽ ചേഞ്ച്, ദേ വിൽ തിങ്ക് ഓഫ് ചേഞ്ചിങ് ഐ ഫീൽ. പിന്നെ അഗെയിൻ ബിഗ്ഗസ്റ്റ് പാർട്ട് ഹിയർ ഇസ് അവരുടെ പവർ, അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ ഭയങ്കര കൂടുതലാണ്. ഐ വിൽ കം ടു ദാറ്റ് പവറിന്റെ കാര്യങ്ങളൊക്കെ. ആൻഡ് ആന്റിനയുടെ ദേ ഹാവ് 100 meters, they can go up to 150 to 150 meters, then 30 to 90 kilometers ആണ് ഒരു കവറേജ് ഏരിയ അവർക്ക് വേണ്ടി സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള. അത്രയും കവർ ചെയ്യാം. ഓക്കെ, ദെൻ ഏറ്റവും ചോട്ടിലത്തെ പോയിന്റ് ആണ് ഏറ്റവും വാലിഡ്. നമ്മൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോയിൽ ലൈസൻസിന് എത്ര രൂപ നമ്മൾ കൊടുക്കണേ? അല്ല, അത് ലൈസൻസ് ഫീസ് അല്ല, ദാറ്റ് ഇസ് എ സ്പെക്ട്രം ഫീ. രണ്ടും നമ്മൾ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത്. അതായത് 2 കാര്യങ്ങളുണ്ട് ഇതിൽ. നേരത്തെ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലൈസൻസിങ്. നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് IND നമുക്ക് തരുന്ന ഗോപ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന അഗ്രിമെന്റിൽ ത്രൂ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് എന്ന് പറയുന്നത് അത് ശരിക്കും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ എല്ലാ മാസവും ഒന്നും അടയ്ക്കില്ല. ആകെ ബാങ്ക് ഗ്യാരണ്ടി 25,000 അടയ്ക്കണം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ അപ്ലിക്കേഷൻ ഫീസ് ആണ് 2,500 രൂപ എന്ന് പറഞ്ഞത്, പ്രോസസിംഗ് ഫീസും വരും. So we are not actually paying anything for the license. But ഇപ്പോൾ പ്രൈവറ്റ് FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they pay huge amount for one time entry fee. ഞാൻ ഇപ്പോൾ ഒരു കാലയളവിന് കൊടുക്കാൻ പോകുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഇതാണ്. അതായത് ഇപ്പോൾ ഒരു 50 lakhs മുതൽ 35 crores it was paid by Radio Mirchi in Bombay for getting one license, one frequency. നിങ്ങൾക്ക് തരുന്ന മാതിരി തന്നെ 90.4 or 91.2 മാതിരി തന്നെ അവർക്ക് കിട്ടുന്ന 98.3 അവർ കൊടുക്കുന്ന വിലയാണിത്. കൊച്ചിയിൽ മലയാള മനോരമ 9.5 കോടി രൂപ കൊടുത്തിട്ടാണ് അവരുടെ ഇവിടുത്തെ ലൈസൻസ് വാങ്ങിച്ചിട്ടുള്ളത്. Okay, 9.5 കോടി. Okay, so I'm really sorry. Not to you, I'm to them because they wanted it in Malayalam. Okay, so it was almost 9.6 crores what Manorama had spent to get this license in Cochin. So you should understand the value of the license what you're getting. Okay, because actually equivalent to whatever they have. Of course, might be you have coverage restrictions and height restrictions, but you should value that because government is doing such a huge social thing, and we should acknowledge it in the best way possible. Third is educational broadcast. You might have heard, there is Indira Gandhi Open University which actually produces the program for education. So that is an educational broadcast what we have. That's called Gyanvani. I think the frequency is 106.4. That's what is in Bangalore. I'm not aware what is there. I think it's a common frequency for entire India. And last is our community radio broadcasting. So what way we are different? Of course, educational broadcast, they have a very segmented audience. They know who are interested in taking up some of the studies or education. That's what they are targeting in. Community radio is purely, we are really onto the midst of the society, and it really makes sense wherein you are giving a platform and participation for the society in and around you. That is the strength of a community radio.